ഹെലേന 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ദാരിദ്ര്യത്തിന്റെ നടുവിലും മാതാപിതാക്കളോടൊപ്പം സന്തോഷത്തോടെയാണ് അവൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഒരു കനത്ത മഴയുള്ള രാത്രിയിൽ അവരുടെ വീട് തകർന്നു വീഴുകയും ആ ദുരന്തത്തിൽ മാതാപിതാക്കളെ അവൾക്ക് നഷ്ടമാവുകയും ചെയ്തു. നാട്ടിലെ മറ്റു പല വീടുകൾക്കും സമാനമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനാൽ എല്ലാവർക്കും സ്കൂളിലായിരുന്നു താൽക്കാലിക അഭയം. പിന്നീട് സർക്കാരിന്റെ സഹായത്തോടെ പുതിയ വീട് ലഭിച്ചപ്പോൾ ഹെലേന അവിടെ ഒറ്റയ്ക്ക് താമസം ആരംഭിച്ചു. ഒരു ദിവസം ലാബ് ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് 10ഓളം വരുന്നൊരു സംഘം അവളെ പിന്തുടർന്നത്. എന്തോ അപകടം മണത്ത് അവൾ തിരിഞ്ഞു നോക്കിയ നിമിഷം അവർ മരത്തടിക്കൊണ്ട് അവളുടെ തലക്കടിച്ചു. അബോധാവസ്ഥയിലായ അവളെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം അവർ വഴിയരികിൽ ഉപേക്ഷിച്ചു. എന്നാൽ ഒരു ശാസ്ത്രജ്ഞൻ അവളെ കാണുകയും രക്ഷിക്കുകയും ചെയ്തു. അത് ഡോക്ടർ വിക്ടർ കോൾ ആയിരുന്നു. വിക്ടർ കോൾ ലോകത്തിലെ തന്നെ പ്രശസ്തമായ ടോപ്പ് 10 സയന്റിസ്റ്റുകളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം ഒരേയൊരു കാര്യമായിരുന്നു: മരണമില്ലാത്ത അതിശക്തമായ ഒരു ജീവിയെ സൃഷ്ടിക്കുക. തന്റെ സ്വകാര്യ ഗവേഷണ കേന്ദ്രമായ പ്രോജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് വിക്ടർ കോൾ എല്ലാ പരീക്ഷണങ്ങളും നടത്തിയത്. ആദ്യ പരീക്ഷണം ഒരു എലിയിലായിരുന്നു. മരുന്ന് കുത്തിവെച്ചതോടെ എലി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മരിച്ചു. വിക്ടർ കോൾ പിന്നോട്ടു പോയില്ല. മരുന്നിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി രണ്ടാമത്തെ എലിയിൽ വീണ്ടും പരീക്ഷണം നടത്തി. എലിയുടെ കണ്ണുകൾ പെട്ടെന്ന് ചുവപ്പ് നിറമായി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പഴയ പോലെ തന്നെയായി. എന്നാൽ അധിക സമയം കഴിഞ്ഞില്ല, ആ എലിയും മരിച്ചു. വിക്ടർ കോൾ തകർന്നു. പക്ഷേ അദ്ദേഹം നിർത്തിയില്ല. നാളുകളോളം നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം മൂന്നാമത്തെ മരുന്ന് കണ്ടെത്തി. ഈ മരുന്ന് വ്യത്യസ്തമായിരുന്നു. അതിശക്തം, അതേസമയം അപകടകരവും. ഇത് പരീക്ഷിക്കാൻ വിക്ടർ കോളിന് പേടിയായി. അദ്ദേഹം ആ മരുന്ന് പ്രോജക്റ്റ് ഇൻഫിനിറ്റിയിലെ ഒരു സീക്രട്ട് റൂമിൽ സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം വിക്ടർ കോൾ തന്റെ മറ്റൊരു വലിയ പദ്ധതിയിലേക്ക് തിരിഞ്ഞു: മെക്കാനിക്കൽ ബോഡി നിർമ്മിക്കാനുള്ള ഗവേഷണം. അവിടത്തേക്കുള്ള യാത്രയിലാണ് ഒരു രാത്രിയിൽ റോഡിന്റെ അരികിൽ രക്തം വാർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം കാണുന്നത്. അവൾ ഹെലേന ആയിരുന്നു. വിക്ടർ കോൾ പെട്ടെന്ന് അവളെ തന്റെ കാറിൽ കയറ്റി അടുത്തുള്ളൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധന നടത്തി. അവർ വിക്ടർ കോളിനോട് പറഞ്ഞു: രക്തം അമിതമായി പോയിരിക്കുന്നു, ജീവിക്കാൻ സാധ്യതയില്ല. ബ്രെയിൻ ആക്ടിവിറ്റി. ഹെലേനയെ അവിടെ ഉപേക്ഷിക്കാൻ വിക്ടർ കോളിന് സാധിച്ചില്ല. അദ്ദേഹം ഹെലേനയുടെ ശരീരം പ്രോജക്റ്റ് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു വലിയ തീരുമാനമെടുത്തു: ആ സീക്രട്ട് മരുന്ന് ഹെലേനയുടെ മേൽ പരീക്ഷിക്കുക. മരുന്ന് എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് വിക്ടർ കോളിന് ഉറപ്പില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം ധൈര്യം കണ്ടെത്തി. മരുന്ന് ഹെലേനയുടെ ശരീരത്തിൽ കുത്തിവെച്ചു. പെട്ടെന്ന് ഹെലേനയുടെ ശരീരം ശക്തമായി കുലുങ്ങാൻ തുടങ്ങി. മെഷീനിലെ റീഡിംഗ്സ് പെട്ടെന്നുയർന്നു. പിന്നീട് എല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങി. വിക്ടർ കോൾ ഹാർട്ട് മോണിറ്ററിൽ പരിശോധിച്ചു. ഹാർട്ട് ബിറ്റില്ല. അദ്ദേഹം തകർന്നു. അന്ന് രാത്രി പരാജയത്തിന്റെ ഭാരം ചുമന്ന് വിക്ടർ കോൾ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ വിക്ടർ കോൾ പത്രമെടുത്തു. ഫ്രണ്ട് പേജ് കണ്ടതും അദ്ദേഹം ഞെട്ടിപ്പോയി. റോഡ് സൈഡിൽ 10 പേർ മരിച്ച നിലയിൽ. സ്ഥലം ഹെലേന കിടന്ന അതേ റോഡ്. വിക്ടർ കോളിന്റെ മനസ്സിൽ ഒരു സംശയം മിന്നി. ഹെലേന? അദ്ദേഹം ഓടി പ്രോജക്റ്റ് ഇൻഫിനിറ്റിയിലേക്ക് എത്തി. സീക്രട്ട് റൂം തുറന്നു. ഹെലേനയുടെ ശരീരം അവിടെ ഇല്ലായിരുന്നു. ഇനി മുതൽ ഈ നാടിനെ രക്ഷിക്കാൻ അവൾ വരും. ഹെലന.